അമ്മ അമ്മ എന്തുവാ അമ്മ ഈ കാണിക്കുന്നേ? ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. അതെനിക്ക് മനസ്സിലായി. ഇങ്ങനെയാണോ അമ്മ ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ടേ? പിന്നെ എങ്ങനെ വെള്ളം ഒഴിക്കും? അമ്മ ചെടിയുടെ വേരിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ പോരാ. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അതിന്റെ മുകളിലും കൂടെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യണം. എന്നാലേ ഇതിന്റെ ഇലയിലൊക്കെ കുറച്ച് കളർ വന്ന് ഇതിന്റെ പൊടിയൊക്കെ പോയി അത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വളരുള്ളൂ. ഓസ് പൊട്ടിയിട്ട് കുറെ ദിവസം നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചെന്നില്ല. എങ്ങനെയെങ്കിലും ഇത്രയും ചെടിക്ക് വെള്ളം ഒഴിച്ച് ജീവിച്ചു പോട്ടെ. എന്നെ കുറ്റം കണ്ടുപിടിക്കാതിരിക്കോ? അല്ലേലും അമ്മയ്ക്ക് ചെടിക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ അറിയത്തില്ല. അമ്മ ഈ ചെടിയുടെ പുറത്തോടെ ഇതെടുത്ത് കമത്തു. അമ്മ ഇങ്ങനെയല്ല ഒഴിക്കേണ്ട. ഓരോ ചെടിയിലും വെള്ളം ഒഴിക്കേണ്ട ഓരോ രീതിയിലാണ്. ചിലതിന് ചിലപ്പോൾ ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതിയായിരിക്കും, ചിലതിന് നൈസായിട്ട് വേരിൽ മാത്രം ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചാൽ മതിയായിരിക്കും. അങ്ങനെ ഓരോന്ന് ഓരോ രീതിയിൽ ഇങ്ങനെ ഒഴിക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചീഞ്ഞളിഞ്ഞ് ഒരുമാതിരി. മക്കള് രാവിലെ തന്നെ അമ്മയുടെ കുറ്റം പറയാൻ വേണ്ടി ഇറങ്ങിയതാണോ? ഒരു ഉപകാരം ഇല്ലാത്ത പെണ്ണ്. സാധാരണ എല്ലാരും പറയും 2 പെമ്പിള്ളേർ 2 മണിക്ക് സുഖമല്ലേ. ഇതിവിടെ കുറ്റം പറയാനല്ലാതെ ഒരു ഗുണമില്ല. ഗുണമുണ്ട്. നല്ല വൃത്തിയായിട്ട് വെട്ടി വിഴുങ്ങും ഉണ്ടാക്കി വെക്കണ ഭക്ഷണം. അതിന് മാത്രം കൊള്ളാം. തിന്നാ തീറ്റി. അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ തീറ്റി കാര്യത്തിൽ ഇങ്ങനെ അമ്മ എന്നെ കുറ്റപ്പെടുത്തരുത്. നീ വെറുതെ സാധാരണ തിന്നുന്ന തീറ്റി ആയിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയില്ലായിരുന്നു. ഇതിന് ആർത്തിയില്ലേ? നീ ജനിക്കണ വരെ ആർത്തി എന്നുള്ള വാക്ക് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അതിനുശേഷം നീ ജനിച്ച ശേഷമാണ് ഈ വാക്ക് ഞാൻ മനസ്സിലാക്കിയത്. എന്തോന്നാണ് ആർത്തി എന്ന് പറഞ്ഞു. ഈ ആക്രാന്തം മര്യാദയ്ക്ക് കുറച്ചില്ലെങ്കിൽ നീ ശരിയാവൂല. വല്ല വീട്ടിലെ കെട്ടിച്ചു വിടുമ്പോണ്ടല്ലോ നിന്റെ തീറ്റി കൊണ്ട് അവര് ബോധം കെട്ടു. അമ്മ അതിനെ ഓർത്ത് അമ്മ പേടിക്കണ്ട. അമ്മ ഞാൻ അങ്ങനെ വല്ല വീട്ടിലൊന്നും പോകൂല. ഞാൻ എന്തായാലും കെട്ടി പോകുമ്പോഴേക്കും ഒരു ഹോട്ടലുകാരന്റെ വീട്ടിലേ പോകും. അതാകുമ്പോ എനിക്ക് വയറിറച്ച് ഭക്ഷണം കഴിക്കാൻ അവരെ ബുദ്ധിമുട്ടിക്കാനും വേണ്ട. ഹോട്ടലുകാരെ വെച്ച് റിങ്കിമോള് മുള്ളുണ്ട് മേള്. പിന്നെ മണി റിങ്കി മോൾക്ക് ഒരു കല്യാണ ആലോചന. കല്യാണ ആലോചന? അതേടി നമ്മളെ ഷാജി ഇല്ലേ, ഷാജി വിളിച്ച് അങ്ങനെ നമുക്ക് കണ്ട് സംസാരിച്ച്. നല്ല കേസ്, ഗവൺമെന്റ് എംപ്ലോയി ആണ്, അതും റവന്യൂ വകുപ്പില്. അപ്പൊ ഷാജി പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഇന്നൊന്ന് ചെറുക്കനുമായിട്ടും കൊണ്ട് വരാന്ന് പറഞ്ഞു. ഇന്ന് അതല്ല ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് മതിയെന്ന്. പക്ഷേ ചെറുക്കന് സമയമില്ല, ഷാജിയും ഫ്രീ അല്ല. അപ്പൊ ഇന്ന് അവധി ദിവസമല്ലേ ചേട്ടാ വരട്ടെന്ന് ചോദിച്ചു. അതല്ല പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒന്ന് നമുക്ക് മെന്റലി ഒന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം വേണം. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ, ആ ചെറുക്കൻ വന്നൊന്ന് കാണ്, അതിനൊന്നും ഒരുങ്ങണം. ഇവിടെ അത്രയല്ലേ ഉള്ളൂ. അവളെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കണ്ടേ? അവൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു നടക്കണല്ലേ? മറ്റേ ഒളിമ്പിക്സ് മോഡല് മറ്റേ മെഡലൊന്നും പറഞ്ഞു നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു നടന്നല്ലേ. പെൺകുട്ടിക്ക് പ്രായം എത്ര? അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. അവള് കല്യാണം കഴിച്ച് പോയിട്ടോടെ എനിക്ക് ഇതുപോലെ ഒന്ന് കരകയറാൻ. എന്തോന്ന് കരകയറാൻ? നമുക്കും കല്യാണമൊക്കെ കഴിക്കണമല്ലോ അല്ലേ? അത് സമയമാകുമ്പോ പറയാം. ഇനി ആദ്യം ഒരു കാര്യം ചെയ്യും. ഇപ്പൊ എഴുതിയ പരീക്ഷ ഉണ്ടല്ലോ, അത് ജയിക്കുമെന്ന് നോക്ക്, എന്നിട്ട് ആലോചിക്കാം കല്യാണം. മണിക്കുട്ടിയാ അവളുടെ കാര്യം വിട്. ഇത് നല്ല തറവാടാണ് പയ്യന്റെ വീട്. അച്ഛൻ പോയി കണ്ടോ? ഷാജി പറഞ്ഞു. പറഞ്ഞറിവേ ഉള്ളൂ. പോരെ, നമ്മൾ പിന്നെ അന്വേഷിച്ചിട്ടേ ചെയ്യുള്ളൂ. ഇതെന്തെങ്കിലും ആവുകയാണെങ്കിൽ മണിക്കുട്ടനെയും അച്ഛനെയും വിളിച്ച് പറയാം. സ്പീഡിലൊന്നും ആലോചിച്ച് നടത്തേണ്ട കാര്യമല്ല കല്യാണം. അതൊക്കെ സമയം എടുത്ത് വേണം കാര്യങ്ങൾ. എങ്ങനെ ചടപടയെന്നൊന്നും പറഞ്ഞാൽ കല്യാണം നാളെ നടത്താനല്ല പറഞ്ഞത്. അവര് വന്ന് കണ്ടോട്ടെ, ഇഷ്ടപ്പെട്ട് നല്ല ഇതാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോവാം. നീ ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു ശരി നമുക്ക് പറയാം. നീ ഒരു കാര്യം ചെയ്യ്, ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിയേ. അച്ഛന് ചായ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വരാം. മൊത്തം ഞാൻ അച്ഛന് മാത്രം ചായ, എനിക്ക് ചായ വേണ്ടേ? അമ്മ ചായ.